സഹോദരങ്ങളെ, മനുഷ്യർക്ക് കഴിവുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുക എന്നത് അനുവദനീയമാണ്, ജായിസാണ്. ഒരാൾ ചോദിച്ചാൽ കുഴപ്പമില്ല, ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ശിർക്കുൽ അക്ബർ ആകുന്നതുണ്ട്, അനുവദനീയമാകുന്നതുമുണ്ട്. അനുവദനീയമാകുന്ന രക്ഷാതേട്ടം നിന്റെ കേൾവി പരിധിയിലുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പൊതുവെ കഴിയുന്ന കാര്യങ്ങളിൽ ഒരാൾ പരസ്പരം സഹായം തേടിയാൽ അത് അനുവദനീയമായ സഹായത്തേട്ടമാണ്. അത് അനുവദനീയമാണ്. ഈ വെള്ളം നിർത്തലോ, ഈ ചോറൊന്നുണ്ടാക്കോ, ഇതൊക്കെ മനുഷ്യന് കഴിയുന്ന കാര്യമാണ്. അവന്റെ കേൾവി പുറത്തൊരു പരിധിയുള്ള ഒരാളെ വിളിച്ചാൽ രക്ഷ തേടിയാൽ അത് ശിരിക്കാൻ, മരിച്ച ഒരാളോട് തേടിയാൽ അത് ശിരിക്കാൻ, ജീവിച്ചിരിക്കുന്ന ഒരാളോട് അയാൾക്ക് സാധിക്കാത്ത കാര്യം തേടിയാൽ അതും ശിരിക്കാൻ. അതിൽപ്പെട്ടതാണ് എപ്പോഴും ആളുകൾ പറയുന്ന ഉദാഹരണം, ഡോക്ടറോട് ചോദിക്കല്ലേ രോഗം മാറ്റിത്തരാൻ, ഡോക്ടറോട് ചോദിക്കലില്ലേ? ഇല്ല. ഡോക്ടറോട് പൊതുവെ നമ്മൾ പറയുന്ന രോഗം മാറ്റാനല്ല, മരുന്ന് തരാനാണ്. ഒരാൾ പറയാൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ മുന്നിൽ ചെന്ന് പറയും, ഡോക്ടറെ എനിക്ക് നിങ്ങളല്ല അതിന്റെ ഒരാളില്ല, എന്നെ ഈ രോഗത്തിൽ നിന്ന് കാക്കണേ, നിങ്ങൾ മാത്രമാണ് എന്റെ രക്ഷ. ഡോക്ടർക്ക് സാധിക്കും? അത് ഇല്ല. അയാൾക്ക് മരുന്ന് തരാനേ സാധിക്കുള്ളൂ. അയാൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യാൻ, നിന്റെ രോഗം മാറ്റാൻ അയാൾക്ക് സാധിക്കില്ല. ഡോക്ടറോട് പൊതുവെ നമ്മൾ പറയുന്ന രോഗം മാറ്റാനല്ല, മരുന്ന് തരാനാണ്. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, അന തബീബ്, ഞാൻ തബീബാണ്, രോഗം മാറ്റുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവാണ് തബീബ്, രോഗം മാറ്റുന്നവൻ അവനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കാൻ ചെല്ലും, അവിടുന്ന് ദുആ ചെയ്യും, സുബ്ഹാനല്ലാഹ്, അവിടത്തേക്കാൾ നല്ല തബീബ് ആരുണ്ട്, അവിടത്തേക്കാൾ നല്ല വൈദ്യൻ മറ്റാരുണ്ട്, അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ റബ്ബൻ നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ റബ്ബേ, അദ്ഹിബിൽ ബാസ്, അല്ലാഹുവേ പ്രയാസം നീക്കണമേ, ഇശ്ഫി, അല്ലാഹുവേ നീ രോഗം മാറ്റണേ, അൻത ഷാഫി, നീയാണ് രോഗം മാറ്റുന്നവൻ, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ രോഗശമനമല്ലാതെ രോഗശമനമില്ല, ശിഫാഅ ലാ യുഗാദിറു സഖമ, പ്രയാസം ഒന്നും ബാക്കി വെക്കാത്ത രൂപത്തിൽ അല്ലാഹുവേ നീ രോഗം. നോക്ക്, നിങ്ങൾ ആ ദുആ നിങ്ങൾ നോക്കൂ, എത്ര തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പേര് പറഞ്ഞത്. അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബാസ്, അല്ലാഹുവേ നീ രോഗം മാറ്റണേ, ഇശ്ഫി, അല്ലാഹുവേ നീ രോഗത്തിന് ശമനം നൽകണമേ. നിർത്തിയോ? ഇല്ല. ആ തുടക്കത്തിൽ അല്ലാഹുവേ എന്ന് പറഞ്ഞു, ജനങ്ങളുടെ റബ്ബേ എന്ന് പറഞ്ഞു, നീ രോഗം മാറ്റണേ എന്ന് പറഞ്ഞു, നീ പ്രയാസം മാറ്റണേ എന്ന് പറഞ്ഞു. ഇല്ല, അൻത ഷാഫി, നീയാണ് ഷാഫി, നീയാണ് രോഗം മാറ്റുന്നവൻ, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, ഒന്നും അവസാനിപ്പിക്കുന്നില്ല, നിന്റെ ശിഫാ അല്ലാതെ ശിഫാ ഇല്ല. ഇത് പറഞ്ഞ് ഇത് പഠിപ്പിക്കപ്പെട്ട മുസ്ലിമീങ്ങൾ ഒന്ന് ചോദിക്കാൻ അള്ളാഹുവിനെ മാത്രം തേടണമെന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാറില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ അഖ്ൽ എവിടെയാണ്? നിന്റെ ബുദ്ധി എവിടെയാണ്? സഹോദരങ്ങളെ, മനുഷ്യർക്ക് കഴിവുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുക എന്നത് അനുവദനീയമാണ്, ജായിസാണ്. ഒരാൾ ചോദിച്ചാൽ കുഴപ്പമില്ല, ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്തിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വായിച്ചാൽ പൊതുവെ സഹായ തേട്ടങ്ങൾ പൊതുവെ മറ്റുള്ളവരോട് നടത്തരുത് എന്നാണ് അവർ പഠിപ്പിച്ചത്.